ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിനെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഗൾഫ് രാജ്യങ്ങൾ പ്ലാൻ ബി ഒരുക്കുന്നു. മേഖലയിൽ സുരക്ഷാ ഭീഷണികളും ഗതാഗത തടസ്സങ്ങളും കണക്കിലെടുത്ത് പൈപ്പ് ലൈനുകളും പുതിയ കരമാർഗങ്ങളും വഴി എണ്ണ പുറത്തെത്തിക്കാനാണ് UAEയും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള എണ്ണ വിപണിയെയും ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടുന്നതിലുപരി നിലവിലുള്ള സംവിധാനങ്ങളെ തന്നെ ഉടച്ചു വാർക്കാനാണ് ഗൾഫ് രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നത്. ഇറാഖും സിറിയയും തമ്മിലുള്ള പ്രധാന അതിർത്തി കവാടമായ റാബിയ ദശകങ്ങൾക്ക് ശേഷം വീണ്ടും തുറന്നത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. 2011 സിറിയൻ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് അടച്ച ഈ പാത ഇപ്പോൾ എണ്ണക്കടത്തിന് സുരക്ഷിതമായ ഒരു കരമാർഗമായി വികസിപ്പിക്കുകയാണ്. കടൽ മാർഗത്തെക്കാൾ ചിലവ് കൂടുതലാണെങ്കിലും ഹോർമൂസിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇതൊരു മികച്ച ബദലായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾക്കിടയിലും എണ്ണ കയറ്റുമതി മുടങ്ങാതിരിക്കാൻ ചില പൈപ്പ് ലൈനുകൾ നിലവിൽ രാജ്യങ്ങളെ സഹായിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ പേർഷ്യൻ ഗൾഫിന് സമീപമുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്ന് ചെങ്കടലിലെ യാബു തുറമുഖത്തേക്ക് നീളുന്ന 1200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ, അബുദാബിയിലെ ഹബ്ഷാൻ എണ്ണപ്പാടത്തെ ഒമാൻ ഉൾക്കടലിലെ ഫുജൈറ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ADCOP പൈപ്പ് ലൈൻ എന്നിവയാണ് രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ പങ്കുവഹിക്കുന്നത്. എണ്ണക്കടത്തിലെ മാന്ദ്യം മുതലെടുത്ത് ദുബായിലെ പ്രമുഖ ഹോട്ടലുകൾ നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. ബുർജ് അൽ അറബ്, അർമാനി ഹോട്ടൽ തുടങ്ങി 7ഓളം പ്രീമിയം ഹോട്ടലുകൾ ഭാഗികമായോ പൂർണ്ണമായോ താൽക്കാലികമായി അടച്ചു. കേവലം അറ്റകുറ്റപ്പണികൾ മാത്രമല്ല, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സുരക്ഷാ ഭീഷണികളെ നേരിടാൻ ആവശ്യമായ ആധുനിക സംവിധാനങ്ങളും ഈ ഹോട്ടലുകളിൽ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ ബദൽ സംവിധാനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും. വലിയ തോതിലുള്ള സാമ്പത്തിക നിക്ഷേപവും ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഹോർമൂസ് കടലിടുക്കിന് പൂർണ്ണമായ ഒരു ബദൽ കണ്ടെത്താൻ സാധിക്കൂ. എങ്കിലും നിലവിലെ നീക്കങ്ങൾ ഗൾഫ് മേഖലയുടെ ദീർഘകാല സാമ്പത്തിക സുരക്ഷയ്ക്ക് കരുത്തേകുമെന്ന് ഉറപ്പാണ്. അതേസമയം ഇറാൻ അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ സമയപരിധി നാളെ അവസാനിക്കും. വെടിനിർത്തൽ നീട്ടാൻ അമേരിക്ക തയ്യാറാവില്ലെന്നാണ് സൂചന. അമേരിക്കൻ സംഘം ഇന്ന് ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടുമെന്ന വിവരങ്ങൾക്കിടയിലും ചർച്ചകൾക്ക് ഇറാൻ അനുകൂല നിലപാട് അറിയിച്ചിട്ടില്ല. യുദ്ധം തുടരാനാണ് ശ്രമമെങ്കിൽ പുതിയ അടവുകൾ കൈവശമുണ്ടെന്നാണ് പുതിയ വെല്ലുവിളി. അമേരിക്ക പിടിച്ചെടുത്ത കപ്പലിനെ കുറിച്ചുള്ള ദുരൂഹതകൾ തുടരുന്നതിനിടെ കപ്പൽ പിടിച്ചെടുത്തതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഇറാൻ ആവർത്തിച്ചു. താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാൻ ഒരു ദിവസം കൂടിയാണ് മുന്നിലുള്ളത്. നിലവിൽ അനേകം വിഷയങ്ങളിൽ തർക്കം നിലനിൽക്കുകയാണ്. ഹോർമൂസിലെ നാവിക ഉപരോധത്തിലെങ്കിലും സമവായമുണ്ടായാൽ ചർച്ച നടക്കും. പക്ഷേ സമാധാന ധാരണയില്ലാതെ നാവിക ഉപരോധം പിൻവലിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. എന്നാൽ നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകൾ. വെടിനിർത്തൽ നീട്ടില്ലെന്നാണ് വൈറ്റ് ഹൌസിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ. അതേസമയം അമേരിക്കൻ ഉപരോധത്തിനും ഭീഷണികൾക്കും വഴങ്ങി യാതൊരു ചർച്ചകൾക്കുമില്ലെന്ന് ഇറാൻ ആരോപിച്ചു. സമാധാന ചർച്ചകളെ കീഴടക്കുന്നതിനുള്ള വേദിയാക്കി മാറ്റാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുകയാണെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. ഭീഷണിയുടെ നിഴലിൽ ചർച്ചകൾ നടത്തുന്നത് ഇറാന്റെ നയമല്ലെന്നും അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്നും മുഹമ്മദ് ബാഗർ ഗാലിബാഫ് അറിയിച്ചു. ഭീഷണികൾക്ക് കീഴിൽ ചർച്ചകൾ നടത്തിയാൽ പുതിയ യുദ്ധതന്ത്രങ്ങൾ പുറത്തെടുക്കാൻ ഇറാൻ മടിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ട്രംപിന്റെ നയങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഗാലിബാഫ് പ്രതികരിച്ചത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പൽ പിടിച്ചെടുത്ത നടപടി മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമാധാനപരമായ ചർച്ചകൾക്ക് ഇറാൻ എപ്പോഴും തയ്യാറാണ്. എന്നാൽ അത് പരസ്പര ബഹുമാനത്തോടെയും അന്തസ്സോടെയും ആയിരിക്കണം. ഉപരോധങ്ങളും സൈനിക ഭീഷണികളും ഉയർത്തിക്കൊണ്ട് ചർച്ചാമേശയിലേക്ക് ഇറാനെ എത്തിക്കാമെന്ന് ആരും കരുതേണ്ട എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.